ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ ദുൽഖർ സൽമാൻ നായകനായി വരുന്ന കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ സിനിമ റിലീസാകാൻ പോകുന്നത് ഓണത്തിനാണ്. അപ്പോൾ ട്രെയിലർ നമുക്ക് പ്രേക്ഷകരോട് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ചോദിച്ചു നോക്കാം. സൂപ്പറാണ്, അടിപൊളിയായിരുന്നു. ഞാൻ ട്രെയിലർ കണ്ടത് സൂര്യ ഇതൊരു ഇൻസ്റ്റാഗ്രാമിൻ്റെ പോസ്റ്റ് കണ്ടതാണ് ഞാൻ കണ്ടത്. ഒരു സ്റ്റോറി കണ്ടപ്പോഴാണ് കിങ് ഓഫ് കൊത്തയുടെ ഇത് കണ്ടത്. നല്ലൊരു ട്രെയിലർ എന്ന് പറയുമ്പോൾ ഒരു ഡോൺ സിനിമയുടെ ഒരു ഇതാണെന്നാണ് തോന്നുന്നത്. ഡോണായിട്ടുള്ള ക്യാരക്ടറാണ് ഈ ദുൽഖർ ചെയ്യുന്ന ഇതുണ്ട്. പിന്നെ ഈ പാട്ട് ഹിറ്റായതുകൊണ്ട് അതിൻ്റെ ഒരു നല്ലൊരു ഹൈപ്പുണ്ട് ഈ പടം കാണാൻ. ഓ, നല്ലൊരു ഫാനാണ്. ഫസ്റ്റ് വന്ന് തന്നെ അത് ഉറപ്പാണ്, പക്ക. നല്ല ബീജിയം. പക്ഷേ അതിൻ്റെ പാട്ടൊക്കെ നല്ല അടിപൊളി പാട്ട്, ബീജിയം കൊള്ളാം. സെറ്റ് പടമെന്ന് വിചാരിക്കുന്നു. കാണും. മാസ് പടമാണ്. കൊള്ളാം, നല്ല ട്രെയിലറാണ്. നല്ല കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. മാസ്സായിട്ടുണ്ട്. നല്ല ഒരു മാസ് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കൊള്ളാം, നല്ല കാസ്റ്റിങ്ങും നല്ല മേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അല്ല, കുറിപ്പല്ല, കമ്മാട്ടിപ്പാട ആ ഒരു റേഞ്ചിലോട്ടൊക്കെ തോന്നുന്നുണ്ട്. എന്തായിരുന്നാലും ഹിറ്റാവും ഉറപ്പാണ്. പഞ്ചൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും. ഒരു മാസമായിട്ട് ചുമ്മാ കാണിച്ചിട്ട് എന്നിട്ട് കാര്യമില്ലല്ലോ. പടം ഇറങ്ങുമ്പം കാണാം എന്തൊക്കെ ആയിരിക്കും ആ ഒരു ലെവലിലോട്ട് വരുന്നത്. എൻ്റെ ട്രെയിലർ കണ്ടു. കിങ് ഓഫ് കൊത്ത ദുൽഖർ സൽമാനെ പോലുള്ള താരങ്ങൾ കുറച്ചുകൂടി പാൻ ഇന്ത്യൻ ലെവലിൽ ഇത്തരം സിനിമകൾ ചെയ്യുന്നത് നമ്മുടെ ഇൻഡസ്ട്രിക്കും ഒരേപോലെ നല്ലതാണ്. അതുപോലെ തന്നെ ഇത്തരം കണ്ടൻറ്റുകൾ പുറത്തോട്ട് എല്ലാ ഭാഷയിലും ഉണ്ട്. ദുൽഖറിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ ഭാഷയിലും ഡബ് ചെയ്യുന്ന ഒരു ആക്ടർ കൂടെയാണ്. കുറിപ്പ് ഞാൻ തിയേറ്ററിൽ കണ്ടതാണ്. അതും ഉണ്ടാക്കിയ ഒരു ഓളം നമുക്കെല്ലാവർക്കും അറിയാം. ആഫ്റ്റർ കോവിഡിന് നമ്മുടെ തിയേറ്ററുകൾക്കും ഇൻഡസ്ട്രിക്കും എല്ലാം ഒരുപാട് നേട്ടം ഉണ്ടാക്കാൻ പറ്റിയൊരു ആക്ടറാണ്. അപ്പോൾ ദുൽഖർ ഇത്തരം സിനിമ ചെയ്യുന്നത് മലയാള സിനിമയ്ക്കും ഒരുപോലെ നല്ലതാണ്. ഒരു വലിയ മാർക്കറ്റ് ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഇൻഡസ്ട്രിക്കും നല്ലതാണ്. ഒരു ആക്ടർ എന്ന നിലയിൽ ദുൽഖറും പുള്ളിയുടെ ഒരു സ്റ്റാർഡത്തിനെ വളർത്തിക്കൊണ്ട് വരുന്നതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് പോലെ നമുക്ക് കാണാൻ പറ്റും. അതും ദുൽഖറിനെ പോലൊരു താരം പുറത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന ഈ സ്വീകാര്യത മലയാള സിനിമയിൽ കണ്ടൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ വളർത്തുന്നത്, അത് ഒരു ആക്ടർ എന്ന നിലയിലും ഒരു താരം എന്ന നിലയിലും രണ്ട് രീതിയിലും അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിലെ ഒരു പുതിയ ചുവടുവയ്പായിട്ട് തന്നെ തോന്നുന്നു. മാസമുണ്ട്. മാസം മാത്രമായിട്ട് എനിക്ക് തോന്നിയില്ല. അത് കുറച്ചൊരു ക്ലാസ് രീതിയിൽ കൂടെ എനിക്ക് തോന്നി. അതിൽ ഒരു സ്റ്റോറി ബേസും വളരെ നല്ല രീതിയിൽ ആ ഒരു ഇമോഷണൽ ബാക്കപ്പിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. മാസം വേണം, നമുക്ക് ആൾക്കാരെ തിയേറ്ററിലോട്ട് എത്തിക്കാൻ മാസം വേണം. പക്ഷേ ഇപ്പോൾ പറയില്ലേ ലോക്കിയുടെ പടങ്ങൾ പോലെ അതിൽ മാസമുണ്ട്. അതുപോലെ തന്നെ ഒരു ബേസായിട്ടുള്ള ഒരു തിരക്കഥ ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു സിനിമ എത്ര ഇതാന്ന് പറഞ്ഞാലും അത് ആൾക്കാരിലെത്താനും ഒരു ചർച്ചയാവാനൊക്കെ സാധ്യത വളരെ കുറവാണ്. അപ്പം അത്തരത്തിലുള്ളൊരു സ്ക്രീൻ പ്ലേയുടെ ബേസ് കൂടെ ഉണ്ടെന്നാണ് എനിക്ക് ആ സിനിമ കണ്ടപ്പം. ഫസ്റ്റ് ഡേ കാണണമെന്നാണ് ആഗ്രഹം. കാണും എന്തായാലും. പിന്നെ മാത്രമല്ല, ഇത് ഇറങ്ങുന്ന സമയം ഓഗസ്റ്റ്, കേരളത്തിന് പ്രത്യേകിച്ച് ഓണം റിലീസാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, അതൊരു ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ്. അത് ഞാനും കാത്തിരിക്കുന്ന സിനിമയാണ്. ദുൽഖറിന്റെ ഫാനാണ്, നല്ല കട്ട ഫാനാണ്. കാണുന്നുണ്ട്. എന്താ പ്രതീക്ഷിക്കുന്നത്? ഒരു മാസ് സിനിമയാണോ അതൊരു നല്ലൊരു ഇതുണ്ടായിരിക്കും. ദുൽഖറിന്റെ മാസ് പടമാണോ ഇഷ്ടം കൂടുതൽ? അതെ, റൊമാൻറ്റിക് ഇഷ്ടം. ഓണത്തിന് എന്തായാലും മാസ് പടം തന്നെ പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ഡേ കാണുന്നുണ്ടോ? ഫസ്റ്റ് ഡേ എന്തായാലും വന്ന് കാണുന്നുണ്ട്. ഇത് ഭയങ്കര നല്ലതാണ്. ദുൽഖർ ഒരു വേറിട്ടൊരു ഇതാണ് കാണാൻ പറ്റിയത്. പിന്നെ ഫസ്റ്റ് ജോഷി സാറിൻ്റെ മോനാണ് ഇത് ഡയറക്ടർ. എല്ലാവരും കൊണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. എനിക്കിഷ്ടമായി. എന്തായാലും വെയിറ്റിംഗ് ആണ് കാണാൻ. ഫസ്റ്റ് ഡേ കാണുന്നുണ്ടോ? ഫസ്റ്റ് ഡേ ആണ്. ദുൽഖറിന്റെ മാസ് പടങ്ങളോ ഇഷ്ടമല്ല, ലവ് അങ്ങനെയൊക്കെ കാര്യങ്ങളോ ഇഷ്ടമുള്ളത്? എനിക്ക് ലവ് ആണ് ഇഷ്ടം, അങ്ങനത്തെ പടങ്ങളാണ് ഇഷ്ടം. അല്ല, ഇതെന്തായാലും പൊളിയായിരിക്കും കാണാം. ടീസർ വന്നപ്പോഴേ ദുൽഖറിന്റെ ഡയലോഗിന് പഞ്ചില്ല, മാസില്ലെന്ന് സംസാരം. അപ്പോൾ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? ഇതിൽ ഈ ട്രെയിലറിൽ അങ്ങനെ ഇതില്ല, ദുൽഖറിൻ്റെ സംസാരം കുറവാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ഭയങ്കര ഒരു വേറിട്ട ആറ്റിറ്റ്യൂഡൊക്കെയാണ് സിനിമയിൽ. അപ്പോൾ നൈസായിരിക്കും. എന്തായാലും പടം പൊളിയായിരിക്കും, ഉറപ്പുണ്ട്. ട്രെയിലർ കൊള്ളാം, ഒരു രക്ഷയില്ല. മലയാളം ഇൻഡസ്ട്രി ഇനി ഇതോടുകൂടി മാറും, ചേഞ്ച് ആവും. നല്ല ഒരു ലെവലിലോട്ട് കയറുന്നുണ്ട്. ഒരു KGF മൂഡ് സത്യം പറഞ്ഞാൽ അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഡയലോഗ് ഡെലിവറി ഇതെല്ലാം ട്രെയിലർ ഓക്കെയാണ്. പടം കാണുമ്പോൾ അറിയാം എന്തായിരിക്കും. എന്തായാലും ഒരു റൊമാൻറ്റിക്കേഷനാണ് സാധനം. ഹൈപ്പിലാണ് പറഞ്ഞത്. അതൊരു പേടിയുണ്ടോ?
പേടി അത് വരാൻ DQ ആണ് അത് അതിനൊരു അല്ല അത് DQ ആണ് പടത്തിൻ്റെ ആ മെയിൻ DQ ആണ്. ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ. പൃഥ്വിരാജ് കുമാരൻ, ദുൽഖർ സൽമാൻ ഇവരൊക്കെയാണ് ഇപ്പം ഇനി അങ്ങോട്ടുള്ള തലമുറ. അത് ഓക്കെ ആയിട്ട് വരും, കയറി വരും. പക്ഷേ തന്നെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അടിപൊളി ട്രെയിലറാണ്. അഭിലാഷ് ജോഷിയുടെ ഒരു ഡിഫറെൻറ്റ് അറ്റംപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ തോന്നി. അതായത് മാസ് റോളുകൾ അധികം അങ്ങനെ ദുൽഖർ ചെയ്ത് കണ്ടിട്ടില്ല. റീസെൻറ്റ് സിനിമയിലെല്ലാം ലവ് സീക്വൻസും കുറച്ച് ഫാമിലി ഡ്രാമാസൊക്കെയാണ് കൊണ്ടുണ്ടല്ലോ. പക്ഷേ ഇത് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതിൽ സ്വാഗ് പുള്ളി നന്നായിട്ട് ത്രൂ ഔട്ട് കീപ്പപ്പ് ചെയ്യും, സിനിമയിൽ ഉടനീളം കീപ്പപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. മാത്രമല്ല സിനിമ നല്ല ഹൈപ്പിലാണ്, നാളിതുവരെയും പ്രൊമോഷൻ എല്ലാ ഇതും നല്ല ഹൈപ്പിലാണ്. സോ പടം തിയേറ്ററിൽ നല്ല എക്സ്പെക്ടേഷൻസ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ല ഹ്യൂജ് ഒരു റെസ്പോൺസ് ആയിരിക്കും ഓഡിയൻസിൽ ഉണ്ടാകുന്നത്. മലയാളത്തിൽ വരുന്ന എല്ലാ സിനിമകളും ഹൈപ്പിൽ വന്ന ഒരു ഒട്ടുമിക്ക സിനിമകളും ബോംബാവാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ഇത് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 60% സിനിമ ഓക്കെയാണ്, ബാക്കി റെസ്റ്റ് ഓഫ് ദ തിങ്സ് എല്ലാം പക്കയാണെന്നുണ്ടെങ്കിൽ ഒരു വിത്തൗട്ട് എനി ഫെയിൽ ആ പടം അടിച്ച് കയറിയിരിക്കും, ഒരു സംശയമില്ല. ദുൽഖർ ഇനിയും മലയാളത്തിൽ ഇതുപോലെ പടങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ്. ഇടയ്ക്ക് എന്തോ ഒരു ഇൻ്റർവ്യൂസിൽ എന്തോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് മലയാള സിനിമകൾ ഇനി ചെയ്യുന്നില്ല, ലവ് സീക്വൻസ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ പുള്ളി ഏത് ടൈപ്പ് റോളുകളാണെങ്കിലും എന്ത് ക്യാരക്ടറാണെങ്കിലും ഈസി ആയിട്ട് ഫ്ലെക്സിബിൾ ആവുന്ന ഒരു ആക്ടറാണ് അദ്ദേഹം. സോ അപ്കമിങ് ആണെങ്കിലും എന്ത് പ്രോജക്റ്റ് സെലക്ട് ചെയ്യാനാണെങ്കിലും നല്ല ഇതുപോലെ നല്ല ഹൈപ്പും ഗെത്തും ഉള്ള ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യണമെന്നാണ് ഒരു ആസ് എ ഓഡിയൻസ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അത് നമ്മളിങ്ങനെ പറയുന്നതാണ്, ആക്ച്വലി അത് തിയേറ്ററിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനമാണ്. ഇപ്പം നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് ഗൂസ് ബംസ് അടിച്ചു. തിയേറ്ററിൽ അത് എന്താണ് റിസൾട്ട് അത് നമുക്ക് തിയേറ്ററിൽ സിനിമ കണ്ടിട്ടില്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ എങ്ങനെ പറയും ഹൈപ്പ് ആവുന്നില്ല, ഐ മീൻ ഇത് എന്താ പറഞ്ഞിപ്പം മാസ് കിട്ടുന്നില്ല നമ്മൾ എങ്ങനെ പറയും? തിയേറ്ററിൽ ഇറങ്ങാത്തൊരു സിനിമയെ പറ്റി നമ്മൾ മാസ് ഇല്ല എന്ന് നമ്മൾ പറയാൻ പറ്റത്തില്ലല്ലോ. ഇറങ്ങി കഴിഞ്ഞ് അതിന് റെസ്പോൺസ് ആയിരിക്കുമല്ലോ ആ മാസ് എന്ന് പറയുന്നത്. എനിക്ക് ട്രെയിലർ പേഴ്സണലി ഇഷ്ടമായി, നല്ല രസമുണ്ട്. തീർച്ചയായിട്ടും കണ്ടിരിക്കും.